അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് ഒരു പരിശുദ്ധവും പരിപാവനവുമായ ഒരു റമളാനിൻ്റെ സുന്ദരമായ ഒന്നാമത്തെ പകലിലാണ് നാം ഉള്ളത്. അള്ളാഹു യഥാർത്ഥ നോമ്പുകാരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ റജബ് മുതൽ നമ്മൾ ദുആ ചെയ്ത പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചവനെ, റമളാനിലേക്ക് ഞങ്ങളുടെ ആയുസ് നീ എത്തിക്കണേ. ആ ദുആ അള്ളാഹു സ്വീകരിച്ചു. അത് വെറുതെ നമ്മളെ റമളാനിലേക്ക് എത്തിച്ചതല്ല. നമ്മൾ ചെയ്ത പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, അതിൻ്റെ സാക്ഷാത്കാരമാണ് റമളാനിലേക്ക് അള്ളാഹു നമ്മുടെ ആയുസ് തന്നെന്നുള്ളത്. ആ റമളാൻ നമ്മൾ ആയുസ് എത്തുകയും ഇവിടെ നമ്മൾ ദുആ ചെയ്തത് വവഫിഖ്നാ ഫീഹി ലിസ്വിയാമി വൽ ഖിയാമി വത്തിലാവത്തിൽ ഖുർആൻ. പടച്ചവനെ, ഒരുപാട് നമസ്കരിക്കാൻ, നോമ്പെടുക്കാൻ, ഖുർആൻ ഓതാൻ, അതുപോലെ നിനക്ക് വേണ്ടി തറാവി നമസ്കരിക്കാൻ, അങ്ങനെ സൽപ്രവർത്തനങ്ങളുടെ വലിയ ഒരു പർവ്വത സമാനമായ അമലുകൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ് എന്നാണ്. അള്ളാഹു അങ്ങനെയൊക്കെ ചെയ്യാൻ അള്ളാഹു വലിയ ഭാഗ്യം തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, റമളാൻ അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ ജാ റമളാൻ, പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് സമാഗതമായാൽ നബി തങ്ങൾ പറഞ്ഞു, ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിടുന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നിടും. മാത്രമല്ല വഉല്ലിഖത് അബ്വാബന്നാർ, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. നരകമെന്ന് പറഞ്ഞാൽ 3000 കൊല്ലം അള്ളാഹു കത്തിച്ച് എരിച്ച് തിമിർത്ത് ചാമ്പലാക്കി വെച്ചിരിക്കുന്ന നരകം. ആ നരകത്തെ അള്ളാഹു കത്തിക്കപ്പെടുകയാണ്. മാത്രമല്ല വസുഫിദത്തിശ് ശയാത്തീൻ, നമ്മളെ വഴിതെറ്റിക്കുന്ന, നന്മയിലേക്ക് പോകുന്നതിനെ തടയുന്ന ശപിക്കപ്പെട്ടവനായ പിശാചിനെ അള്ളാഹു ചങ്ങലക്കിടും. ആ ഒരു പ്രതിബന്ധം പോലും അള്ളാഹു നമുക്ക് മാറ്റിത്തരികയാണ്. എന്തിനാണ്? റമളാനിനെ വരവേൽക്കാൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പരിശുദ്ധമായ റമളാൻ വരുന്നതിന്റെ 6 മാസം മുമ്പേ ദുആ ചെയ്യും, പടച്ചവനെ റമളാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേന്ന്. ആ റമളാൻ വന്ന് റമളാൻ കഴിഞ്ഞു പോയാൽ ശവ്വാൽ മുതൽ സ്വഹാബത്ത് ദുആ ചെയ്തിരുന്ന, പടച്ചവനെ റമളാനിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ നീ സ്വീകരിക്കണമെന്ന് തുടർന്ന് 6 മാസം ദുആ ചെയ്യുമായിരുന്നു എന്നാണ്. നമ്മൾ 2 മാസം റജബിലും ശഅബാനും ദുആ ചെയ്ത് നിർത്തും. റമളാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റമളാനെ കുറിച്ച് ചിന്തയില്ല. ഇനി അടുത്ത റമളാൻ വരുമ്പോൾ ഉണ്ടെങ്കിൽ കാണാം എന്ന് ചിന്തിക്കുന്നവരാ നമ്മൾ. എൻ്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ തീർന്നില്ല. ഈ പരിശുദ്ധമായ റമളാനിന്റെ നോമ്പ് ഓരോ സെക്കൻഡുകൾ, ഓരോ മിനിറ്റുകൾ, ഓരോ മണിക്കൂറുകൾ, ഓരോ ദിവസങ്ങൾ നമുക്ക് അള്ളാഹു നൽകി ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണണം. എൻ്റെ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, വാപ്പമാരെ, സ്വയം ഒന്ന് ചിന്തിക്കും, നമുക്ക് എത്ര റമളാൻ അള്ളാഹു തന്നു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ 50, 60, 40, 30 വയസ്സായവരില്ലേ? ഉമ്മ, വാപ്പ, സഹോദര, സഹോദരി, ചിന്തിക്ക്. അള്ളാഹു നമുക്ക് എത്ര ആയുസ് തന്നു, എത്ര റമളാൻ നമുക്ക് തന്നു. കഴിഞ്ഞ റമളാനിൽ നമ്മൾ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് എന്തേ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്? ഈ റമളാനുള്ള നമുക്ക് തന്നില്ലേ? ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ? റമളാനിനെ ഒന്ന് പരിഗണിക്കണ്ടേ? റമളാനിന്റെ പകലിൽ നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് സർവസ്വം സമർപ്പിക്കുമ്പോൾ വെറുതെ ഒരു പട്ടിണിയാകാൻ പാടില്ല. നബി തങ്ങൾ പറഞ്ഞത്, ആ റമളാൻ കടന്നു വന്നാൽ നോമ്പുകാരനായിരിക്കെ അവന്റെ ശ്വാസോച്ഛ്വാസങ്ങൾ പോലും തസ്ബീഹിന്റെ, തഹ്ലീലിന്റെ, ദിക്റിന്റെ പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശ്വാസോച്ഛ്വാസങ്ങൾ ദിക്റിന്റെ, തസ്ബീഹിന്റെ പ്രതിഫലമാണ്. അവന്റെ ഉറക്കം ഇബാദത്താണ്. അവന്റെ വായിൽ നിന്നും വരുന്ന ദുർഗന്ധം സ്വർഗീയ പരിമളമാണ്. അവൻ നടന്നു പോകുന്ന വഴികളിലെല്ലാം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ അവന് വേണ്ടി ദുആ ചെയ്യും. നമ്മൾ അവ്വലുഹു റഹ്മ, 3 പത്തുകളാണ് റമളാൻ. ആദ്യത്തെ 10ലാണ് റമളാനിന്റെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10ആണ്. നമ്മൾ റഹ്മത്തിനെ ചോദിക്കണം. നമ്മൾ ദുആ ചെയ്യൂലേ, അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. അർത്ഥമറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ ദുആ ചെയ്യുന്നവരാ. എന്താണ് ചോദിക്കുന്നത്? അല്ലാഹുവേ, നിന്റെ കരുണയുടെ കവാടം നീ തുറന്നു തരണേ അല്ലാഹ്. പടച്ചവനെ, അള്ളാന്റെ കരുണയില്ലെങ്കിൽ ലൈ യദ്ഖുലൽ ജന്നത ഇല്ലാ ബിറഹ്മത്തില്ല. പടച്ചവന്റെ കരുണയില്ലാതെ ഒരാളും സ്വർഗ്ഗത്തിൽ കടക്കൂല. ഉമ്മ, എത്ര നിസ്കരിക്കുന്നവരാകട്ടെ, എത്ര നോമ്പെടുക്കുന്നവരാകട്ടെ, എത്ര സ്വതക്ക കൊടുത്തവരാകട്ടെ, നിങ്ങൾ ഓരോ ദിവസവും റമളാന്റെ ഒരു ഹത്തം തീർത്തവരാകട്ടെ, ലൈ യദ്ഖുലൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ല. പടച്ചവന്റെ കരുണയില്ലാതെ ഒരാളും സ്വർഗം പ്രതീക്ഷിക്കണ്ട എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ ഖുർആനിന്റെ മാസമായി നമ്മൾ തിരഞ്ഞെടുക്കണം. അള്ളാഹിന്റെ റഹ്മത്തിനെ ചോദിച്ചെടുക്കണം.
ആ റഹ്മത്തിന് എങ്ങനെയാണ് കിട്ടുക? ആ റഹ്മത്ത് കിട്ടണമെങ്കിൽ പടച്ചവനോട് ദുആ ചെയ്യണം. അള്ളാഹിന്റെ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ഓരോ ദിനരാത്രങ്ങളും അള്ളാഹു സ്വീകരിക്കും. ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ ഉള്ള ദുആ അള്ളാഹു സ്വീകരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന റമളാൻ നമ്മളിലേക്ക് സമാഗതമായി ഇന്ന് ഒന്നാമത്തെ പകലിലാണ് നാം ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പകലിൽ നോമ്പുകാരായി വെറുതെ വയറിന് മാത്രം നോമ്പ് കൊടുക്കരുത്, വെറുതെ വാക്ക് മാത്രം നോമ്പ് കൊടുക്കരുത്. കണ്ണിന് നോമ്പാകണം, കാതിന് നോമ്പാകണം, കൽബിന് നോമ്പാകണം. ആ നോമ്പായി നമ്മുടെ ജീവിതത്തിന്റെ അവയവങ്ങൾക്കെല്ലാം നോമ്പുകായി നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു നമ്മിലേക്ക് ഓടിയെടുക്കുമെന്നാണ്. ഇനിയൊരു റമളാൻ എനിക്കുണ്ട് എന്ന് എന്തുറപ്പാ എനിക്കുള്ളത്? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാര്, വാപ്പമാര്, ഉമ്മമാര് ചിന്തിച്ചേ, വാപ്പ ഇനിയൊരു റമളാൻ നമ്മൾ ഉണ്ടോന്ന് ഉറപ്പുണ്ടോ? ഇനി നാളെ നോമ്പെടുക്കാന്ന് വെച്ചാൽ നാളെ ഞാനുണ്ടോ നിങ്ങളുണ്ടോ എന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് ഉള്ള സമയങ്ങൾ ബാദിറൂബിൽ അഅ്മാലി സ്വാലിഹ, സൽപ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ വരികയാകണം. ഈ റമളാനിൽ തീരുമാനം എടുക്കണം. ഇൻഷാ അല്ലാഹ് ഇന്ന് ആദ്യത്തെ പകലാണ്. ഈ റമളാൻ കഴിയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു ഖത്തമെങ്കിലും ഞാൻ തീർക്കും എന്ന് നിയത്ത് വെക്കണം. എല്ലാവരും നിയത്ത് വെക്കണം. ഉസ്താദ് എങ്ങനെ തീർക്കണം? ഉമ്മ, ഒരു ഖത്തം എന്ന് പറഞ്ഞാൽ 10 പേജാണ്. ഒരു നമസ്കാരം 5 വഖത്ത് നിസ്കാരം കഴിയുമ്പോൾ 2 പേജ് ഓതിയാൽ തന്നെ ഒരു ദിവസം ഒരു ജുസു തീർക്കാം. അങ്ങനെ 30 ജുസു നമുക്ക് ഓതാം. ഏറ്റവും ചുരുങ്ങിയതിന്റെ കാര്യം പറയണേ എൻ്റെ പ്രിയമുള്ള വാപ്പമാരെ, ഒരു ഖത്തമെങ്കിലും തീർക്കണം ഇൻഷാ അല്ലാഹ് എന്ന് നിയത്ത് വെക്കിനി. ഈ സമയം തന്നെ എൻ്റെ അള്ളാഹു തൗഫീഖ് തരട്ടെ. നിയത്ത് വെച്ചു, ഒരുപക്ഷെ നമ്മൾ മരണപ്പെട്ടു പോയി, ഖിയാമത്ത് നാൾ വരെ ഒരു ഖത്തമിന്റെ കൂലി നമുക്ക്, ഓരോ ഖത്തമിന്റെ കൂലി നമുക്ക് തരും ഇൻഷാ അല്ലാഹ്. അതൊന്നാമത്തെ തീരുമാനം. രണ്ടാമത്, ഒരൊറ്റ നമസ്കാരങ്ങളും ഖളാ ആക്കൂലും തീരുമാനം എടുക്കണം. ഖളാ ആക്കരുത്. സുബഹി നമ്മളെ ജമാഅത്ത് നിർവഹിക്കണം, ഇശാഉം നമ്മളെ ജമാഅത്താണ്. ബാക്കി ജമാഅത്ത് വേണ്ടെന്നല്ല, ഏറ്റവും കുറഞ്ഞത് ജമാഅത്ത് നമസ്കാരങ്ങളിൽ സുബഹിയും മഗ്‌രിബ് ഇശാഉം ഒക്കെ എല്ലാ വഖത്തുമാണെങ്കിലും ഉമ്മമാരെ സുബഹിയും ഇശാഉം ജമാഅത്ത് മുടക്കരുത്. ഇപ്പൊ വീട്ടുകാരുമായിട്ട് ചിലപ്പോൾ നോമ്പ് തുറക്കാണ്ടാവും. അപ്പൊ വീട്ടിൽ ജമാഅത്ത് നമസ്കരിക്കാൻ പള്ളിയിൽ പോയില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് തീരുമാനമെടുക്കണം, ജമാഅത്ത് നിർവഹിക്കുക. അതുപോലെ തറാവി നമസ്കാരം മുടക്കരുത്. അതുപോലെ ഇടയത്താഴം മുടക്കരുത്. ഉമ്മമാര് മക്കളെ ഇടയത്താഴത്തിന് വിളിക്കും. ഇടയത്താഴം വിളിക്കുമ്പോൾ എന്തിനാ എഴുന്നേക്കണേ, അങ്ങ് കിടന്നുറങ്ങും. ഇല്ല, ഇടയത്താഴം കഴിക്കൽ സുന്നത്താണ്. ഇടയത്താഴം നമ്മൾ മുടക്കരുത്. ഒരു വെള്ളം കൊണ്ടാണെങ്കിലും ഒരു ഈത്തപ്പഴം കൊണ്ടാണെങ്കിലും ഇടയത്താഴം നമ്മൾ കഴിക്കുന്നവരാവുക, ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നവരാവുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്ന് ഒന്നാമത്തെ പകലാണ്. ഒന്നാമത്തെ പകലിൽ ദുആ അധികരിപ്പിക്കൽ പ്രത്യേകം സുന്നത്തുള്ള, ഈ ഒരു ദുആ അധികരിപ്പിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മഹാരഥന്മാർ പറഞ്ഞൊരു പ്രാർത്ഥന കൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. കൂടെ നിങ്ങൾ ചൊല്ലിക്കോളിൻ, സ്ക്രീനിൽ നമ്മൾ കാണിച്ചു തരും. അള്ളാഹു സ്വീകരിക്കുമാർ. ഏതാണ് പ്രാർത്ഥന? اللهم اجعل صيامي فيه صيام الصائمين وقيامي فيه قيام القائمين ونبهني فيه عن نومة الغافلين وهب لي جرمي فيه يا إله العالمين واعف عني يا عافيا عن المجرمين. എന്താണ് അർത്ഥം? അല്ലാഹുമ്മ ജഅൽ സിയാമി, എൻ്റെ നോമ്പിനെയാക്കണേ അല്ലാ, ഫീഹി സിയാമ സ്വായിമീൻ, യഥാർത്ഥ നോമ്പുകാരനാക്കണേ അല്ലാ, വഖിയാമി ഫീഹി ഖിയാമൽ ഖായിമീൻ, യഥാർത്ഥ നമസ്കാരക്കാരിൽ എൻ്റെ നമസ്കാരത്തെ ഉൾപ്പെടുത്തണേ അല്ലാ, വനബ്ബിഹിനി ഫീഹി അൻ നൗമത്തിൽ ഗാഫിലീൻ, അശ്രദ്ധരുടെ അശ്രദ്ധയെ തൊട്ടെന്നെ നീ കാക്കണേ അല്ലാ, വഹബിലി ജുർമി ഫീഹി യാ ഇലാഹൽ ആലമീൻ, പടച്ചവനെ എൻ്റെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണയല്ലാ. അല്ലാഹുവേ വഅഫു അന്നി ആഫിയൻ അനിൽ മുജ്രിമീൻ, പടച്ചവനെ നീ എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നവനാണ്. ആരോഗ്യത്തോടെയുള്ള ആഫിയത്തോടുകൂടിയുള്ള എല്ലാ കാര്യങ്ങളും നീ തരണയല്ലാ എന്നർത്ഥം വരുന്ന ദുആ നമ്മൾ പതിവാക്കണം. അതോടൊപ്പം അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമ, ഈ ദുആ നമ്മൾ അധികരിപ്പിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളൂ. എൻ്റെ ഉമ്മ, വേറെന്താ നമ്മൾ ഇന്നലെ വരെ, ഈ റമളാന് തൊട്ട് മുമ്പ് വരെ നമ്മൾ ഇതൊക്കെ പറയണമെങ്കിലും റജബ് എന്തോ ഒരു പുണ്യമുള്ള മാസ, ഈ ഷഅബാൻ എന്തോ ഒരു പുണ്യമുള്ള മാസ. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് റമളാൻ, ഈ റജബും ഷഅബാനും കടന്നുപോയില്ലേ വാപ്പ. ഒരു നല്ല പ്രവർത്തനം റജബിൽ ചെയ്തു എന്ന് പറയാൻ കഴിയുന്നവർ എത്ര പേരാ നമുക്കുള്ളത്? ഷഅബാനിൽ ഞാൻ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയുന്ന എത്ര പേരാ നമുക്കുള്ളത്? ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതല്ല സ്വീകരിക്കുമെന്ന് പറയാൻ കഴിയുന്ന എത്ര പേരാ ഉള്ളത്? ഇല്ല. അതുകൊണ്ട് റമളാനിലെങ്കിലും, റമളാനിൽ കോടാനുകോടി ആളുകൾക്കല്ല പുറത്തു കൊടുക്കുമ്പോൾ, കോടാനുകോടി ആളുകൾക്കുള്ള നരകമോചനം കൊടുക്കുമ്പോൾ, കോടാനുകോടി ആളുകൾക്കുള്ള പാപമോചനം കൊടുക്കുമ്പോൾ, കോടാനുകോടി ആളുകൾക്കുള്ള റഹ്മത്ത് കൊടുക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നമുക്കും അത് നേടിയെടുക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഓരോ റമളാനിനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോ ദിവസവും രാവിലെ 6 മണിയാകുമ്പോൾ ഈ വോയിസ് ഓഫ് ഷഫീഖ് എന്ന ചാനലിലൂടെ
നിങ്ങൾക്ക് എത്തിക്കും. അതോടൊപ്പം വൈകുന്നേരം ഇന്നത്തെ ദിവസത്തിൽ ചൊല്ലാനുള്ള പ്രത്യേക ദിക്റുകളും ദുആകളും നമ്മുടെ വൈകുന്നേരം 6 മണിയാകും ഇൻഷാ അല്ലാഹ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യും. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് ഈ വിനീതന്റെ റമളാൻ പ്രഭാഷണം ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ് അൽഹംദുലില്ലാഹ് എല്ലാവർക്കും നിങ്ങളൊക്കെ പങ്കെടുക്കുന്നവരാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതലാണ് റമളാൻ പ്രഭാഷണം ഉണ്ടാവുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം രാത്രി 10 മണിക്ക് റമളാൻ പ്രത്യേക മജ്ലിസ് ഉണ്ടാകും. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹ് കബൂലാകട്ടെ. ദുആ വസിയത്തോടെ എൻ്റെ ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.